മഹാത്മാഗാന്ധിയെയും ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞരെയും ഒരുപോലെ ഞെട്ടിച്ച ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തെളിവുകളുള്ള ഒരു യഥാർത്ഥ പുനർജന്മ കഥ നിങ്ങൾക്കറിയാമോ? ഇതൊരു സാധാരണ കുട്ടിയുടെ കഥയല്ല, മരിച്ച ഒരാളുടെ ഓർമ്മകളുമായി ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ്. 1926 ഡൽഹിയിൽ ജനിച്ച ശാന്തി ദേവി 4 വയസ്സ് പൂർത്തിയാവുന്നതുവരെ ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു. എന്നാൽ പിന്നീട് തന്റെ കഴിഞ്ഞ ജന്മത്തെക്കുറിച്ച് വളരെ വ്യക്തതയോടെ അവർ പറഞ്ഞു തുടങ്ങി. താൻ യഥാർത്ഥത്തിൽ യുപിയിലെ മധുരയിൽ നിന്നുള്ളയാളാണെന്ന് ശാന്തി വാദിച്ചു. ലുഗ്ധി ദേവി എന്നാണ് തന്റെ മുൻജന്മത്തിലെ പേരെന്നും അവർ പറഞ്ഞു. വീടിനെക്കുറിച്ചും കുടുംബാംഗങ്ങളെക്കുറിച്ചും പൂർവ്വജന്മത്തിലെ മരണത്തെക്കുറിച്ചും അവൾ നാട്ടുകാരോടും ബന്ധുക്കളോടും വിശദീകരിച്ചു. തുടക്കത്തിൽ മാതാപിതാക്കൾ ഇത് കാര്യമാക്കിയില്ല. എന്നാൽ ശാന്തിയുടെ നിരന്തരമായ പറച്ചിലും അതിലെ സൂക്ഷ്മ വിശദാംശങ്ങളും പതിയെ എല്ലാവരുടെയും ശ്രദ്ധ നേടി. ശാന്തി വളർന്നു വന്നു. അവളുടെ വാദങ്ങളും മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആളുകളെ അവൾ തിരിച്ചറിയുകയും മധുരയിലെ സ്ഥലങ്ങൾ കൃത്യതയോടെ കണ്ടെത്തി പറയുകയും ചെയ്തു. ഇതോടെ അവളുടെ കഥ നാടെങ്ങും പ്രചരിച്ചു. ഒടുവിൽ മഹാത്മാഗാന്ധിയുടെ അറിവിലേക്കും ഇക്കാര്യമെത്തി. ഗാന്ധിജി ഈ വിഷയത്തിൽ വിശദവും നിഷ്പക്ഷവുമായ ഒരു അന്വേഷണം വേണമെന്ന് തീരുമാനിച്ചു. പ്രകാരം 1935 ഒരു സമിതി രൂപീകരിച്ചു. പണ്ഡിതന്മാരും മാധ്യമപ്രവർത്തകരും പൊതുപ്രവർത്തകരും അടങ്ങുന്ന ആ സമിതി ശാന്തി ദേവിക്കൊപ്പം മധുരയിലേക്ക് പോയി. അവിടെ എത്തിയ ശാന്തി തന്റെ പൂർവ്വജന്മത്തിലെ ഭർത്താവായ കേദാർനാഥിനെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും തിരിച്ചറിഞ്ഞു. വീടിനെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങളും മരിക്കുന്നതിനു മുൻപ് താൻ കുഴിച്ചിട്ട പണത്തിന്റെ സ്ഥാനവും അവൾ വെളിപ്പെടുത്തി. ഈ വിവരങ്ങളെല്ലാം ശരിയായിരുന്നു. ഇതിനിടെ ചില സംശയാലുക്കൾ എതിർപ്പുമായി രംഗത്തെത്തി. ഈ വിവരങ്ങളെല്ലാം സാധാരണ മാർഗങ്ങളിലൂടെ ലഭിച്ചതാകാമെന്ന് അവർ വാദിച്ചു. ശാന്തി ഒരുപക്ഷെ കഥകൾ കേട്ടറിഞ്ഞതോ ആരെങ്കിലും പഠിപ്പിച്ചതോ അല്ലെങ്കിൽ അവളുടെ ഉപബോധ മനസ്സ് മെനഞ്ഞെടുത്തതോ ആകാമെന്ന സാധ്യത മുന്നോട്ട് വയ്ക്കപ്പെട്ടു. പക്ഷേ ഈ വാദങ്ങൾക്ക് തെളിവില്ലായിരുന്നു. ശാന്തി ദേവിയുടെ കാര്യത്തിൽ യുക്തിസഹമായ ഒരു വിശദീകരണവും ഇല്ലെന്ന് സമിതി ഒടുവിൽ പ്രഖ്യാപിച്ചു. അങ്ങനെ കേസ് ഒരു തുറന്ന ചോദ്യമായി തുടർന്നു. വർഷങ്ങൾക്കിപ്പുറവും മനഃശാസ്ത്രജ്ഞന്മാരും പാരാസൈക്കോളജിസ്റ്റുകളും പൂർവ്വ ജന്മസ്മരണകളെക്കുറിച്ച് പഠിക്കുന്ന ഗവേഷകരും ശാന്തി ദേവി കേസ് പഠന വിഷയമാക്കുന്നു. നിങ്ങൾ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.